നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. വന്യമൃഗശല്യത്തിനെതിരെ മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരിക്കിങ്ങൽ ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ജനുവരി 23 വ്യാഴാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതിരപ്പിള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ പിടികൂടി ചികിത്സിക്കുന്നതിനായി വനം വകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയയും 20 അംഗ സംഘവും നാളെ അതിരപ്പിള്ളിയിലെത്തും. വെള്ളിക്കുളങ്ങര ഹോളി ഫാമിലി ദേവാലയത്തിൽ പരിശുദ്ധ തിരുക്കുടുംബത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ജനുവരി 22 ബുധനാഴ്ച കൊടിയേറുമെന്നും ജനുവരി 25, 26 തീയതികളിൽ തിരുനാൾ ആഘോഷിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിയാരത്ത് വീടിന് തീ പിടിച്ചു. വാർത്തകൾ വിശദമായി. ജനവാസ മേഖലയിലെ രൂക്ഷമായ വന്യമൃഗശല്യത്തിനെതിരെ മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരിക്കിങ്ങൽ ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ TM ചന്ദ്രൻ, K ഗോപാലകൃഷ്ണൻ, നേതാക്കളായ EM ഉമ്മർ, ലിൻഡോ പള്ളിപ്പറമ്പൻ, ഫൈസൽ ഇബ്രാഹിം, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നൈജോ ആൻഡോ, CH സാദത്ത്, ഹനീഫ കേളംപടിക്കൽ, ബാബു തച്ചിലെട്ട്, ജോർജ് കൂനമ്പുറം, ബേബി കണ്ണമ്പടത്തി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരു ശതമാനം പോലും അതിശോക്തിയില്ല. ആർക്കാണ് വ്യത്യസ്തമായ അഭിപ്രായം പറയാൻ കഴിയുക? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും പറയുന്നു ഈ സർക്കാരിന്റെ ചെയ്തികൾ ശരിയല്ല. സർക്കാർ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളിൽ പോരായ്മകളുണ്ട്. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ജനുവരി 23 വ്യാഴാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ബുധനാഴ്ച വൈകുന്നേരം 5 മണി മുതൽ ആനച്ചമയ പ്രദർശനവും 6:30 മുതൽ തട്ടകത്തെ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. കൂടാതെ പാരമ്പര്യമായി താലപ്പൊലി ദിവസം ക്ഷേത്രത്തിലേക്ക് ആചാരാനുഷ്ഠാന കലകൾ കൊണ്ടുവരുന്ന വിവിധ സമുദായങ്ങളിലെ കാരണവന്മാരെ ആദരിക്കുകയും ചെയ്യും. താലപ്പൊലി ദിവസമായ വ്യാഴാഴ്ച രാവിലെ 3 മണിക്ക് പള്ളി ഉണർത്തൽ, 6:10 പാരമ്പര്യക്കാരുടെ താലപ്പൊലി കൊട്ടിയറിയിപ്പ് പുറപ്പെടും. 7:30 ശ്രീഭൂതബലിക്ക് ശേഷം ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. ഗജരാജൻ, പാമ്പാടി രാജൻ ഭഗവതിയുടെ തിടമ്പേറ്റും. തുടർന്ന് നടക്കുന്ന പഞ്ചാരി മേളത്തിന് കലാനിലയം ഉദയൻ നമ്പൂതിരി നേതൃത്വം നൽകും. 7 ആനകളുടെ അകമ്പടിയോടുകൂടിയാണ് എഴുന്നള്ളിപ്പുണ്ടാവുക. ഉച്ചയ്ക്ക് 12:30 കാവ്യ രഘു അവതരിപ്പിക്കുന്ന ഓട്ടൻ തുള്ളലും തുടർന്ന് 2 മണിക്ക് 7 ആനകളുടെ അകമ്പടിയോടെ പല്ലാവൂർ ശ്രീധരന്മാരാരുടെ പ്രാമാണികത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യവും കലാനിലയം ഉദയൻ നമ്പൂതിരിയുടെ പ്രാമാണികത്വത്തിൽ പാണ്ടിമേളവും കുടമാറ്റവും ഉണ്ടായിരിക്കും. 6:30 നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം കരിമരുന്ന് പ്രയോഗവും വിവിധ സമുദായക്കാരുടെ താലിവരവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട്, ആഘോഷ കമ്മിറ്റി കൺവീനർ AK പ്രേമൻ, കമ്മിറ്റി അംഗങ്ങളായ M സുനിൽകുമാർ, ശശിധരൻ തൃക്കാശ്ശേരി എന്നിവർ പങ്കെടുത്തു. കൊടകര പുത്തുക്കാവ് താലപ്പൊലി മഹോത്സവം, ഇത്തവണത്തെ താലപ്പൊലി മഹോത്സവം 2025 ജനുവരി മാസം 23 തീയതി വ്യാഴാഴ്ച അത്യാഡംബരപൂർവം നടക്കുകയാണ്. അതിൻ്റെ മുന്നോടി എന്ന നിലയിൽ ധനുമാസം 10 തീയതി താലപ്പൊലി ആഘോഷങ്ങൾക്ക് കൊടികയറി. ദേശപ്പറ അന്നേ ദിവസം പുറപ്പെട്ടു. ഇത്തവണ തിടമ്പ് ഏൽക്കുന്നത് ഗജരാജൻ പാമ്പാടി രാജനാണ്. പാമ്പാടി രാജനും മറ്റ് തുടങ്ങി 7 ഗജവീരന്മാരാണ് ഇത്തവണത്തെ താലപ്പൊലി ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നത്. അതിരപ്പിള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ പിടികൂടി ചികിത്സിക്കുന്നതിനായി വനം വകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയയും 20 അംഗ സംഘവും നാളെ അതിരപ്പിള്ളിയിലെത്തും.
കുങ്കി ആനകളെ ഉപയോഗിച്ച് പരിക്കേറ്റ ആനയെ പിടികൂടിയ ശേഷമാകും ചികിത്സ ആരംഭിക്കുക. അതിരപ്പള്ളി ഏഴാറ്റുമുഖം ഭാഗത്താണ് മസ്തകത്തിൽ പരിക്കേറ്റ് വ്രണമായ നിലയിൽ കൊമ്പനാനയെ കണ്ടെത്തുന്നത്. ആനയുടെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ സഹിതം വാർത്ത നൽകിയിരുന്നു. മുറിവിൽ നിന്നും പഴുപ്പ് ഒഴുകുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ സഹിതമായിരുന്നു വാർത്തകൾ. ഇതോടെ ആനയെ ചികിത്സിക്കാൻ വനംവകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് വനംവകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയയ്ക്ക് ചികിത്സാ ചുമതലകൾ നൽകാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടത്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ അരുണും 20 അംഗ സംഘവും നാളെ അതിരപ്പള്ളിയിൽ എത്തുന്നത്. ആനയെ പിടികൂടുന്നതിനായി വിക്രം, സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളെയും നാളെ അതിരപ്പള്ളിയിൽ എത്തിക്കും. ആനയെ മയക്കുവെടിവെച്ച് കുങ്കിയാനകളുടെ സഹായത്തോടെ പിടികൂടി ചികിത്സ നൽകാനാണ് തീരുമാനം. ചികിത്സ ആരംഭിക്കുന്നതിന് മുന്നോടിയായി വെറ്റിനറി ഡോക്ടർമാരായ ഡേവിഡ്, ബിനോയ്, മിഥുൻ എന്നിവരുടെ നേതൃത്വത്തിൽ കാലടി 2-ാം ബ്ലോക്ക് പ്ലാന്റേഷൻ പ്രദേശത്തുള്ള ആനയെ നിരീക്ഷിച്ചു വരികയാണ്. തൃശൂർ, എറണാകുളം ജില്ലാ അതിർത്തി പ്രദേശമായതിനാൽ വാഴച്ചാൽ, ചാലക്കുടി, മലയാറ്റൂർ DFOമാരുടെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. വെള്ളിക്കുളങ്ങര ഹോളി ഫാമിലി ദേവാലയത്തിൽ പരിശുദ്ധ തിരുക്കുടുംബത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ ജനുവരി 22 ബുധനാഴ്ച കൊടിയേറുമെന്നും ജനുവരി 25, 26 തീയതികളിൽ തിരുനാൾ ആഘോഷിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച നടക്കുന്ന കൊടിയേറ്റത്തിന് ഇരിഞ്ഞാലക്കുട രൂപത വികാരി ജനറൽ മോൺ വിൽസൺ ഈരത്തറ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ശനിയാഴ്ച 6:15 വിശുദ്ധ കുർബാന, പ്രസിദ്ധേൻ ദിവാഴ്ച, ലതീഞ്ഞ്, നൊവേന, രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ എന്നിവ നടക്കും. തുടർന്ന് വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും. രാത്രി 11 മണിക്ക് ദേവാലയത്തിൽ അമ്പ് പ്രദക്ഷിണങ്ങൾ എത്തിച്ചേരും. തുടർന്ന് വാനിൽ വർണ്ണമഴ ഉണ്ടായിരിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജോണി മേനാച്ചേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ചെറിയാൻ മാളിയേക്കൽ OFM തിരുനാൾ സന്ദേശം നൽകും. ഫാദർ റാഫേൽ പുത്തൻ വീട്ടിൽ സഹകാർമ്മികത്വം വഹിക്കും. ഉച്ചതിരിഞ്ഞ് 3:30 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ ബെന്നി ചെറുവത്തൂർ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് പോളി ജോസഫ് മാഞ്ഞാങ്ങ, കൈക്കാരൻ ജോസഫ് തോമസ് കളമ്പാടൻ, ജോയിന്റ് കൺവീനർ ജോസ് കൊച്ചപ്പൻ പായപ്പൻ, പബ്ലിസിറ്റി കൺവീനർ ജോൺസൺ പൗലോസ് ചക്കിയത്ത് എന്നിവർ പങ്കെടുത്തു. ശനിയാഴ്ച 25-ാം തീയതിയാണ് തിരുനാളിൻ്റെ അമ്പെഴുന്നള്ളിപ്പ് ദിനവും അതോടൊപ്പം തന്നെ പ്രസിദ്ധി വാഴ്ച നടത്തുന്ന ദിവസവും വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് കൊണ്ടുപോകുന്ന ദിവസം. അന്നത്തെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഇരിഞ്ഞാലക്കുട രൂപതയിലെ മുഖ്യ വികാരി ജനറൽ അച്ഛനായിരിക്കുന്ന മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കലച്ഛനാണ്. അന്ന് രാവിലത്തെ ശുശ്രൂഷകൾക്ക് ശേഷം വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നു. രാത്രി 11 മണിയോടുകൂടി ദേവാലയത്തിലേക്ക് പ്രദർശനം തിരിച്ചു വരുന്നു. 88ാമത്തെ അമ്പതിരുന്നാൾ ഈ വർഷത്തിൻ്റെ അമ്പതിരുന്നാളിനോടനുബന്ധിച്ച് 2 വീടുകൾ ചാരിറ്റി എന്ന നിലയിൽ ഇടവക ഈ അമ്പതിരുന്നാൾ കർമ്മങ്ങൾ ചെയ്ത് ബാക്കി കിട്ടുന്ന പൈസ കൊണ്ട് പണിത് കൊടുക്കുന്നുണ്ട്. കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് കൊടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഫോട്ടോഗ്രാഫി മത്സരം 2K25 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര പുത്തുക്കാവ് ക്ഷേത്രത്തിലെ താലപ്പൊലിയോടനുബന്ധിച്ചുള്ള ഫോട്ടോകളാണ് അയക്കേണ്ടത്. ഒരാൾക്ക് ഒരു എൻട്രി മാത്രം. മൊബൈൽ ഫോണിലോ ക്യാമറയിലോ എടുത്ത ചിത്രങ്ങൾ അയക്കാവുന്നതാണ്. എഡിറ്റ് ചെയ്ത ചിത്രങ്ങൾ പരിഗണിക്കുന്നതല്ല. അയക്കുന്ന ചിത്രങ്ങളോടൊപ്പം പൂർണ്ണ മേൽവിലാസം, ഫോൺ നമ്പർ എന്നിവ ഉൾപ്പെടുത്തേണ്ടതാണ്. ജനുവരി 24 വൈകിട്ട് 7 മണി വരെ എൻട്രികൾ അയക്കാവുന്നതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. തിരഞ്ഞെടുക്കുന്ന 3 ചിത്രങ്ങൾക്ക് ക്യാഷ് പ്രൈസും ഉണ്ടായിരിക്കും. എൻട്രികൾ അയക്കേണ്ട ഫോൺ നമ്പർ 9539787101. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ലബ് പ്രസിഡന്റ് കെ പ്രസാദ്, സെക്രട്ടറി TG അജോ, ട്രഷറർ ഡിനോ കൈനാടത്ത് എന്നിവർ പങ്കെടുത്തു. ക്ലബ്ബ് ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുകയാണ്. കൊടകര പുത്തുകാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലിയോടനുബന്ധിച്ച് ഈ വരുന്ന 23-ന് വ്യാഴാഴ്ച പുത്തുകാവ് താലപ്പൊലിയുടെ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ഫോട്ടോസുകൾ കൊടകര പ്രസ് ക്ലബ്ബ് സൗന്ദര്യ ദൃശ്യ വിരുന്നിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്, അതൊരുക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നത്. കൊടകര ഫൊറോന പള്ളിയിൽ നടന്ന അമ്പ് തിരുനാളിൻ്റെ ഭാഗമായി ഫോട്ടോഗ്രാഫി പ്രദർശനം നടത്തിയിരുന്നു.
ഇപ്പോൾ പുത്തുക്കാവ് താലപ്പൊലിയുമായി ബന്ധപ്പെട്ട് ഒരു ചിത്ര പ്രദർശനം, ഒരു ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുകയാണ്. ഈ 2 മത്സരങ്ങളിലെയും വിജയികൾക്ക് ഒന്നിച്ച് നടക്കുന്ന ഒരു പൊതു പരിപാടിയിൽ വെച്ചുകൊണ്ട് 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്നവരെ അവർക്കുള്ള സമ്മാനങ്ങൾ പുറമേ നിന്നുള്ള ജൂറി തിരഞ്ഞെടുക്കുന്ന ചിത്രങ്ങൾക്ക് നൽകുന്നതിനാണ് പ്രസ് ക്ലബ്ബ് തീരുമാനിച്ചിട്ടുള്ളത്. പരിയാരത്ത് വീടിന് തീപിടിച്ചു. വീട് ഭാഗികമായി കത്തിനശിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടയിൽ 2 പേർക്ക് സാരമായി പരിക്കേറ്റു. തവളപ്പാറ എടത്തലപ്പറമ്പൻ ഗിനീഷിൻ്റെ വീടിനാണ് തീപിടിച്ചത്. രക്ഷാപ്രവർത്തനത്തിനിടയിൽ പുക ശ്വസിച്ച് ഗിനീഷിൻ്റെ ഭാര്യ ആര്യ, രക്ഷാപ്രവർത്തനത്തിന് ഇടയിൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ സുഹൃത്ത് വെളങ്ങനാടൻ ജോണിയുടെ മകൻ വിപിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 വീടിൻ്റെ പുറകിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട ഗിനീഷിൻ്റെ ഭാര്യ അടുത്ത വീട്ടുകാരെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. വീടിനോട് ചേർന്ന് ഷെഡിൽ സൂക്ഷിച്ചിരുന്ന ഡെക്കറേഷൻ സാധനങ്ങൾക്ക് തീപിടിക്കുകയും തീ ആളിപ്പടരുകയും ചെയ്തു. തീ പടർന്നതോടെ വീടിൻ്റെ ജനൽ ചില്ലുകൾ പൊട്ടിത്തകരുകയും AC അടക്കമുള്ള സാധനങ്ങൾ കത്തി നശിക്കുകയും ചെയ്തു. കല്യാണത്തിൻ്റെ മണ്ഡപ ഡെക്കറേഷൻ്റെ അലങ്കാര വസ്തുക്കൾ, കസേരകൾ, പ്ലൈവുഡുകൾ, തുണികൾ, പിരികൾ എല്ലാം കത്തി നശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുള്ളതായി കണക്കാക്കുന്നു. 2 ബാത്റൂമുകൾ തകരുകയും ചുമരുകൾക്ക് പൊട്ടലും അനുഭവപ്പെട്ടു. തീപിടുത്തത്തിന് കാരണം വ്യക്തമല്ല. ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും നാട്ടുകാരും സമീപവാസികളും ചേർന്ന് തീ കുറെയെല്ലാം അണച്ചിരുന്നു. പെട്ടെന്ന് പരിസരവാസികൾ പറ്റുന്ന പോലെ വെള്ളം എത്തിച്ചാണ് നിയന്ത്രണ വിധേയമാക്കിയത്. വലിയ അപകടം ഒഴിവായി. വർഷങ്ങളായി മൂവ്മെൻറ്റ് മേക്കർ എന്ന മണ്ഡപ ഡെക്കറേഷൻ ജോലികൾ നടത്തുകയായിരുന്നു. സംഭവ സമയത്ത് ഗിനീഷ് വർക്കിന് പോയിരിക്കുകയായിരുന്നു. ഭാര്യ ആര്യ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ് രാജിവെച്ചു. പാർട്ടി ധാരണയനുസരിച്ചാണ് സ്ഥാനമേറ്റ് 2.5 വർഷത്തിനു ശേഷം രാജിവെച്ചിരിക്കുന്നത്. നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് കെ ഷബാനയ്ക്ക് രാജിക്കത്ത് കൈമാറി. UDF ഭരണസമിതിയുടെ ആദ്യ 1.5 വർഷം VO പൈലപ്പനായിരുന്നു ചെയർമാൻ. തുടർന്ന് എബി ജോർജ് ചുമതലയേറ്റു. ഇനിയുള്ള 1 വർഷം ഷിബു വാലപ്പനായിരിക്കും ചെയർമാൻ. വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബുവിനാണ് ചെയർമാൻ ഇൻചാർജ്. ആലിസ് ഷിബുവിൻ്റെ ഭർത്താവാണ് പുതിയ ചെയർമാനാവുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ തെരഞ്ഞെടുപ്പ് നടക്കും. എബി ജോർജ് രാജിക്കത്ത് കൈമാറിയപ്പോൾ മുൻ ചെയർമാൻ VO പൈലപ്പൻ അടക്കമുള്ള കൗൺസിലർമാരും സംബന്ധിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7435 രൂപ, പവന് 59,480 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വന്യമൃഗശല്യത്തിനെതിരെ മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരിക്കിങ്ങൽ ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ജനുവരി 23 വ്യാഴാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതിരപ്പിള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ പിടികൂടി ചികിത്സിക്കുന്നതിനായി വനം വകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയയും 20 അംഗ സംഘവും നാളെ അതിരപ്പിള്ളിയിലെത്തും.
വെള്ളിക്കുളങ്ങര ഹോളി ഫാമിലി ദേവാലയത്തിൽ പരിശുദ്ധ തിരുക്കുടുംബത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ ജനുവരി 22 ബുധനാഴ്ച കൊടിയേറുമെന്നും ജനുവരി 25, 26 തീയതികളിൽ തിരുനാൾ ആഘോഷിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിയാരത്ത് വീടിന് തീ പിടിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.